നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നത് മാധ്യമരംഗത്തുള്ള സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചാണ്. മാഡം പറഞ്ഞു ആദ്യകാലങ്ങളിൽ റീഡിംഗ് സെക്ഷനിൽ ഇത്തരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ വീണ പറഞ്ഞ എക്സ്പീരിയൻസ് തെല്ലൊന്നും ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വീണ കരിയർ തുടങ്ങുന്ന സമയത്ത് കൂടുതലും പുരുഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ജെൻഡർ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത്? അതോ ആ ഒരു ഏജിൽ അത്തരത്തിലുള്ള വ്യത്യാസത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടോ? അന്ന് ആങ്കേഴ്സിൽ 2-3 ഗേൾസ് ഉണ്ട്, ബാക്കിയെല്ലാം. പക്ഷെ പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകൾക്കാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. ടെക്നീഷ്യൻസിലേക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. വൈ? ബിക്കോസ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പോലെ ഒരു സെല്ലിംഗ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സ്ത്രീയെ എല്ലാ കാലത്തും, ആ കാലത്തും ഈ കാലത്തും ഇനി ഭാവിയിലും വലിയ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത എനിക്കറിയില്ല എത്രത്തോളം. ന്യൂസ് റീഡിംഗ് മാറ്റത്തെ എന്റർടൈൻമെന്റ് സെക്ഷനാണ് എന്റർടൈൻമെന്റിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കുറേ സ്ത്രീകൾ ടെക്നിക്കൽ സൈഡിൽ വരുന്നുണ്ട്, മാറ്റമുണ്ട്. പക്ഷെ അത് എത്രത്തോളം മാറി എന്നുള്ളത് എനിക്ക് അതിപ്പോഴും സംശയമാണ്. കാരണം ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറ പേഴ്സൺ ആയിട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ ഒരു വനിതാ സിനിമാറ്റോഗ്രാഫറോടൊപ്പം അല്ലെങ്കിൽ ഒരു ക്യാമറ വുമണിനോടൊപ്പം വർക്ക് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല മീഡിയയിൽ. പക്ഷെ പ്രൊഡ്യൂസേഴ്സ് സ്ത്രീകൾ 3-4 പേരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇത്തരം ഒരു മേഖലയിലേക്ക്, ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൾക്ക് അസൈൻഡ് ആയിട്ടുള്ള കുറേ സോ കോൾഡ് നല്ല പ്രൊഫഷൻസ് ഉണ്ട്. ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക, അതല്ലെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റായി വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു. കഴിഞ്ഞൊരു 10-12 വർഷമായിട്ടായിരിക്കാം ഇത്രയും സ്ത്രീകൾ വരുന്നത്. അതിൽ തന്നെ റിപ്പോർട്ടിങ്ങിൽ വരുന്നത് റീസെൻ്റ് ആയിട്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായും ഇപ്പോഴും ഒരു മെയിൽ ഡോമിനേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വീഡിയോ മുകളിലേക്ക്. പുരുഷന്മാരെ പോലെ ഉയർന്നു വരുന്നതിൽ സ്ത്രീകൾക്ക് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങളുണ്ടോയെന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ തന്നെ നോക്കി അറിയാം, പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എത്ര സ്ത്രീകൾ ക്യാമറയായിട്ട് പുറത്തു പോയി ന്യൂസ് കവറേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചിന്തിച്ചിട്ട് പോലും അന്നും പെൺകുട്ടികൾക്ക് ഇതുപോലെ ഇറങ്ങി ക്യാമറയുമായി പോയി ന്യൂസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ കാലം മാറുന്നു. കണ്ടക്ടർമാരായിട്ട് എത്ര സ്ത്രീകൾ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചു, ഡ്രൈവർമാരായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു, ഷീ ടാക്സി വരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ മേഖലകളും പോലെ തന്നെ ഈ മാധ്യമ മേഖലയിലും സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് പുരുഷന്മാരോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ വളർച്ചയ്ക്ക് അവർക്കൊരു സീലിംഗ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.